പബ്ലിക് എക്സാമാ, നന്നായിട്ട് എഴുതണേ. ശരി അമ്മേ. പ്രഭു നന്നായിട്ട് എഴുതുമോനെ. ആരതി പ്രഭുവിനെ ഡ്രോപ്പ് ചെയ്യേ, തനിച്ച് പോവണ്ട. എന്ത് ലേറ്റായേ? ഒന്നുമില്ലടാ. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ് ഐഷു. എന്നെ കൊണ്ട് പറ്റാവുന്നൊക്കെ ഞാൻ ചെയ്തു. ഇനി നിന്റെ ഫ്യൂച്ചർ നിന്റെ കയ്യിലാ. നിന്റെ അച്ഛന് നിന്നിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഇവനിലാ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും. ഇവന്റെ ഫ്യൂച്ചർ നന്നാവണം. കഷ്ടപ്പെട്ട് ഇവനെ പഠിപ്പിക്കാൻ വേണം. മാസം 1000 രൂപയെ ബഡ്ജറ്റ് ഫ്ലാഷ് ആവുക. അടുത്ത തവണ ഇതിൽ കൂടുതൽ മാർക്ക് വാങ്ങും. നന്നായിട്ട് എഴുതിയോടാ? എനിക്ക് അറിഞ്ഞൂടാ ഐഷു. സാരില്ല, പോട്ടെ. ഇന്ന് സ്കൂളിലെ ലാസ്റ്റ് ദിവസമല്ലേ. ഞാൻ അമ്മയുടെ കൂടെ നാട്ടിൽ പോവാ. റിസൾട്ടിന് മുന്നേ വരാൻ നോക്കാം. ഓക്കെ? ഇനി എപ്പോഴാ വരിക? ടേക്ക് കെയർ. റിസൾട്ടിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ ആവരുത്. ഐഷു ചേച്ചിയാടാ. പറ ഐഷു. ഇന്ന് റിസൾട്ട് വരും. നീ കിടന്ന് ഉറങ്ങുവാണോ? ഇന്നോ? അതേടാ, ഞാനിവിടെ കടയിൽ നിന്ന് വെയിറ്റ് ചെയ്യുവാ. പെട്ടെന്ന് വാ. ഇന്ന് റിസൾട്ട് വരും. നാട്ടിൽ നിന്ന് എപ്പോഴാ വന്നേ? റിസൾട്ടിന്റെ കാര്യം ന്യൂസിൽ കേട്ടപ്പോ റിസൾട്ട് നിന്റെ കൂടെ ചെക്ക് ചെയ്യണമെന്ന് കരുതി വന്നതാ. ശരി, വാ പോവാം. റോൾ നമ്പർ പറഞ്ഞേ. ആദ്യം നിന്റെ നോക്കാം. റോൾ നമ്പർ പറയടാ. 476264. പ്രഭു, പ്രഭു, എന്താടാ? ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ചിട്ട് പേടിയാവുന്നു. അല്ല, നിന്റെ റിസൾട്ട് നോക്കിയില്ലല്ലോ. ഐഷു റീവാലുവേഷന് കൊടുക്കാന്നേ. ചിലപ്പോ പേപ്പർ നോക്കിയ ആൾക്കാർക്ക് തെറ്റിയതായിരിക്കും. ഇല്ലെങ്കിൽ ഓഗസ്റ്റിൽ ഒന്നുകൂടെ എഴുതിയ പോരെ? പ്ലീസ് ഐഷു, എന്തേലും ഒന്ന് പറ. നമുക്ക് ഐസ്ക്രീം കഴിച്ചാലോ?
മോളെ ആരതി, അച്ഛാ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. സൂപ്പർ. ഒരു സർപ്രൈസ് ഉണ്ട് പറയാൻ. ആ ബിൽഡറല്ലേ, അവൻ്റെ അടുത്ത് പോയിട്ട് എപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് ചോദിച്ചു. അവൻ ഞെട്ടിപ്പോയി. എന്തു പറ്റി? എന്താരും ഒന്നും മിണ്ടാത്തെ? മോനെ, നിന്റെ റിസൾട്ട് വന്നോടാ? മാർക്കൊക്കെ എങ്ങനെ ഉണ്ട്? ഓടോ. എന്തോന്നാ സാറേ ദേഷ്യപ്പെടുന്നേ? അവൻ എത്ര മാർക്കാണേലും തനിക്കെന്തടോ? പോയി പണി നോക്കണോ? ചേടാ, ഇയാൾക്ക് എന്ത് പറ്റി? നിനക്ക് പറ്റിയ പോലെ നീ പരിശ്രമിച്ചു. ഞങ്ങൾക്കതറിയാം. പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ലടാ. ഇനി എന്താ ചെയ്യണ്ടേന്ന് ആലോചിക്കേ. നിനക്ക് എഞ്ചിനീയറിങ്ങിന് ചേരണമെന്ന് പറഞ്ഞില്ലേ? ഏത് കോളേജാ നല്ലതെന്ന് നോക്ക്. അച്ഛ, എനിക്ക് കിട്ടിയ മാർക്കൊക്കെ വളരെ കുറവാ. അതിനെന്താ? മാനേജ്മെന്റ് സീറ്റിലെ അഡ്മിഷൻ കിട്ടും. പൈസ കുറെ ചെലവാവും അച്ഛ. എല്ലാവരോടും ചോദിച്ചു. നിന്റെ ഫ്യൂച്ചറാണ് പ്രധാനം. വീട് വാങ്ങുന്നത് നമുക്ക് പിന്നെ ആയാലും ചെയ്യാം. അത് സാരമില്ല അച്ഛ. ഒന്നുമില്ലടാ, ഒരു 2 വർഷം മാറ്റി വയ്ക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അച്ഛ, സോറി അച്ഛ. ഡാ, ചെയ്യേണ്ടത് ചെയ്യേ, മനസ്സിലായ? ഒരു മിനിറ്റ്, ആ കാശ് അവനങ്ങ് കൊടുത്തേക്കട്ടെ. കോളേജിൽ പോയി ആപ്ലിക്കേഷൻ ഫോം വാങ്ങ് ചെല്ല്.